മർച്ചൗത്തുക 3 ദുവത്തുകളിൽ പോയിട്ടാണ് ഉസ്താദേ 5 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവാ. ഉസ്താദ് ഹദീസോടെ 6 ബാവ ചൊന്നരെ ഏത് ഫക്കീറാക ബാവ 5 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നരെ നോക്കം എന്തിരെ എല്ലാ കുടുംബത്തിലെ നൗത്തകളുടെ ചൊന്നരെ നന്റെ 88,000 ഉണ്ട്, നന്റെ 1 ലക്ഷം 22,000 ഉണ്ട്. എന്തിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇങ്ങനെ ചൊന്നിട്ട് ഈ കൗണ്ടർ ഉണ്ടല്ലേ ഇത് ഒത്തി തീന്നരെ ഒലിമ്പായത്തി ഒലിമോണൂത്തി 90 വേണ്ടി സ്റ്റക്ക് ആയി ഓണ്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീന്നിട്ടേ അവസാനത്തെ അല്ലാഹുടെ ലാമയുടെ ഒരാൾ നീട്ടാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊന്നെങ്കിൽ ആ ദിക്റാവില്ല, അത് ഒരു പ്രതിഫലവും കിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ ശിഷ്യന്മാർക്ക് പഠിപ്പാട്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി ദിക്റ് ഒരാൾ തഅദീമോട് കൂടി ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ നീട്ടിട്ട് ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ഒരേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി ദിക്റ് 4000 വലിയ വലിയ ദോഷത്തെ അല്ലാഹു മാഫാക്കി തരൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ ചൊല്ലി അങ്ങനെ എവിടെയെങ്കിലും ചൊല്ലി അല്ലാഹു നബി തങ്ങൾ ചൊന്നത് കേട്ടിട്ടല്ലേ ചൊല്ലി 4000 ദോഷത്തെ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പോൾ 10 വട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്കാരം കഴിഞ്ഞ് ചൊല്ലുമ്പോൾ ഓരോ ഫർദ് നിസ്കാരത്തിന് അനന്തര 40,000 വലിയ ദോഷത്തെ അല്ലാഹു പുറത്തു കൊടുക്കൂ. 5 വഖത്ത് ജമാഅത്ത് ഒരാൾ ഭാഗപരിശ്രവണോണ്ട് കണ്ടെങ്കിൽ ഒരു 450 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലെങ്കിൽ 2 ലക്ഷം വലിയ വലിയ ദോഷത്തെ അല്ലാഹു പുറത്തു കൊടുക്കൂ. സ്വഹാബികളെ ശിഷ്യന്മാരെ ഒരാൾക്ക് മീത അത്തര ദോഷ ഇന്നില്ലെങ്കിൽ സ്വഹാബികൾ ചൊല്ലി അവന്റെ അബ്ബാവും മക അല്ലാഹു പുറത്തു കൊടുക്കൂ. അവന്റെ അബ്ബാവുമ്മയുടെ ദോഷം തീർന്നു പോയെങ്കിൽ അല്ലെങ്കിൽ അത്ര ഇന്നില്ലെങ്കിൽ അവന്റെ നരകരുടെ ആൾമാർ അല്ലാഹു പുറത്തു കൊടുക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി ദിക്ർ ശരിയല്ല. നാ ചൊന്നോണ്ട് വന്നി പണ്ടൊരാളിങ്ങനെ വലിയ തസ്ബീഹ് മാലം പിടിച്ചിട്ട് ഉംറയ്ക്ക് പോയി വന്ന് വലിയ ആളായിട്ട് തിരിഞ്ഞിട്ട് അയാളുടെ മനസ്സിലേക്ക് ഇബ്ലീസ് റബ്ബനങ്ങനെ ബടക്കാക്കരെ കിബിർ കടത്തിട്ട് മനസ്സുക്ക് കിബിർ ബർപ്പാട്ട് ഇബ്ലീസേ നക്ക് സ്വാഗതം ചൊന്നത് മയ്യായില്ല, നന്റെ അയാൾ ഉസ്താദ് ബഹുമാനിച്ചത് മയ്യായില്ല, അല്ലെങ്കിൽ നാണ് വലിയ ആളല്ലേ ബാബ നക്ക് നന്റെ സ്വാഗതം ചൊല്ലുമ്പോൾ നന്റെ ഇൻട്രൊഡ്യൂസ് ആക്കിയിട്ട് നന്റെ നാൻ എന്തിരെ ഈ ജമാഅത്തിക്ക് നാൻ എന്തിരാക്കിരെ നാൻ എന്തല്ല നന്റെ സ്വത്തിൽ എന്തല്ല ആളുകളെ കൊടുത്തിട്ട് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചൊന്നിട്ടൊരു സ്വാഗതം ചൊന്നിട്ടൊരു ഇശാറത്താക്കുമ്പോൾ മനസ്സിന് സമാധാനം. ഇത് എന്തും ഇല്ലാണ്ട ഇന്ന നാജാറുണ്ട് അയാൾക്കൊന്ന സ്വാഗത എല്ലാവരുടെ സ്വാഗത ചൊല്ലൊരു ചെയ്യലാവാല. ഇതാണ് കിബിർ. ഈ കിബിറിന്റെ ഒരു കടുകിടത്തര ഗാത്രം ഞങ്ങളെ ഖൽബുക്ക് കടന്നു വന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ ഒരാളുടെ ഹൃദയത്തിൽ ഒരു അണുവിന്റെ തൂക്കം കിബിർ മീത് കടന്നു പോയിട്ടാ അല്ലാഹു സ്വർഗ്ഗം ഹറാം. അങ്ങനെ ഈ ആള് നിസ്കരിക്കണക്കും നോമ്പിടിക്കണക്കും ഉംറത്ത് പോയി ബന്ധം തുടങ്ങിയിട്ടാൻ പറ്റുകയല്ല മനസ്സിലൊരു ഭാവന നാണ് ആൾത്തെ വലിയ ഉഷാറായിട്ട് എല്ലാവരുടെ കണിക്കല്ല ഇബാദത്തുകാരായിട്ട് അങ്ങനെ ഇയാളുടെ മനസ്സോട് ചിന്ത. അങ്ങനെ ഒരു നാൾ ഇയാൾ പള്ളിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കു 2-3 ആൾ കൂടിയിട്ട് ഒരു വലിയ ഒരു ഡൊമ്പാടിനെ ഒരു ടെമ്പത്ത് 10 പാട്ടം നോക്കി ഈ ഡൊമ്പാട് ഇങ്ങക്ക് താട് ഇങ്ങനെ ഊന്തിടകുന്നു. ഇങ്ങക്ക് 3 ആൾ കൂടിയിട്ട് ഈ ഡൊമ്പാടിനെ കുട്ടാടിനെ 10 പാട്ടൊക്കെ ആവില്ല ടെമ്പത്ത്. ഇയാള് സീത ബന്ത് ഇങ്ങനെ ആക്കിയിട്ട് ഡൊമ്പാട്ടെ മുതുക്ക് പടക്ക ടെമ്പത്ത് പറ്റിത്തോളൂ ഡൊമ്പാട്. ഇയാളുടെ മനസ്സിലേത്താ താൻ വലിയ ഇബാദത്തുകാരായിട്ട് ഇപ്പൊ നക്ക് കറാമത്ത് 3 ആൾക്ക് തീരാത്ത ഡൊമ്പാട്ടെ തുടൽ കൂടെ ടെമ്പത്ത് പത്തി. ഇയാൾക്ക് ഭയങ്കര ഖുഷിയായിട്ട് ഇയാൾ ഔത്തുക്ക് പോയി എത്തില്ല, കൈക്കാലെല്ലാം കുടങ്ങി ഔത്തു പോയി എത്തുമ്പോഴത്തേക്ക് പെഞ്ഞായി പുൽപുട്ടുള്ള എന്ത് ഞങ്ങള് ഡൊമ്പാട് കാണ്ടില്ല ആരാ കട്ട പോയി നോക്കുമ്പോ ഗുർത്ത അത് ടെമ്പത്ത് പറ്റി അങ്ങ വലിക്കുമ്പോ പോയിട്ടില്ല. ഇയാൾക്ക് സ്വന്തം ഡൊമ്പാടിനെ ഗുർത്ത കിട്ടിയിട്ടില്ല. ഇയാൾ പറ്റിയ ഡൊമ്പാടിനെ കുട്ടാടിനെ ഇയാള് ഗുർത്ത കിട്ടിയിട്ടില്ല. ആ നിലക്ക് അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന ആൾമാര് അല്ലാഹുടെ അറിയാത്ത തിരിച്ചറിയാത്ത ആൾമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തി ചൊന്ന് നടക്കുന്ന ആൾമാര് അല്ലാഹുവിന്റെ റസൂൽ എന്തിനെ ചൊന്ന് മനസ്സിലാക്കാത്ത ആൾമാരുണ്ട്. അതുപോലെ ഞങ്ങൾ അവിടെ കുത്തിയറാ ഞങ്ങൾ വലിയ ആള് നാ വലിയ താടി വെച്ചത് കൊണ്ട് നാ വലിയ ഒരു 4 ഹദീസും ആയത്തെല്ലാം തെരഞ്ഞത് കൊണ്ടിട്ട് ആള് വലിയ ചൊല്ല ചിന്ത ഞങ്ങളെ ഖൽബുക ബന്ത അതബില്ലാണ്ടായി പോയിത്താ. അതോടുകൂടെ ഞങ്ങളെ ഫീസൂരി പോയിട്ട് അതബില്ലാണ്ട് എന്തും സാധ്യമല്ല എന്നെ പിരിച്ചപ്പെട്ട ചങ്ങായിമാർ അല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുന്നു ഒരു പലക ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുഹാ ബലിൽ ജമാലു ജമാലുൽ ഇൽമി വൽ അദബി ليس اليتيم الذي قد مات والده بل اليتيم يتيم العلم والأدب. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ചന്ത എന്തൊരു കൊണ്ടുണ്ട് ഇമാം ഷാഫി തങ്ങൾ ചൊല്ലി
യഥാർത്ഥത്തിൽ സൗന്ദര്യ ചന്ത നിങ്ങൾ ധരിച്ച വസ്ത്രം കൊണ്ടിട്ട് നിങ്ങളുടെ ശരീരം ഒരു ചന്തായിട്ട് കാണില്ലേ, ആ ചന്തല്ല യഥാർത്ഥ സൗന്ദര്യ. യഥാർത്ഥ സൗന്ദര്യ നിങ്ങൾക്കുള്ളിലേക്ക് എനിക്കത്തെ വിജ്ഞാനവും ഇൽമും നിങ്ങൾക്കുള്ളിലേക്ക് എനിക്കത്തെ അദബ് കൊണ്ടിട്ട് പ്രകടമാവിടെ നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലേ, അതായിട്ട് യഥാർത്ഥ സൗന്ദര്യ. അതുപോലെ ഇമാം ഷാഫി തങ്ങൾ ചൊല്ലേ നേരായിട്ടും യഥാർത്ഥത്തിൽ യതീമോ ചൊല്ലേ അബ്ബ ഇല്ലാത്തവനല്ല. യഥാർത്ഥത്തിൽ യതീമോ ചൊന്നെങ്കിൽ ഇൽമും അദബും ഇല്ലാത്തവണ് അവനായിട്ട് ഇമാം ഷാഫി തങ്ങൾ ഇൽമും അദബും ബലവെച്ചിട്ടുണ്ട്. ഇൽമും അദബും ഇല്ലാത്തെങ്കിൽ ഇല്ലാണ്ടായി പോയെങ്കിൽ ഒരാൾ അബ്ബ ഇല്ലാണ്ടായി പോയോണ്ട് ഒരു യതീമിനെ പോലെ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളിലേക്ക് എനിക്ക് അപ്പൊ അദബ് വേണം. ആ അദബില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് ചൊല്ലുന്ന പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപം ഉണക്കിക്കട്ടെ ചൊല്ലുക എനിക്കെത്തെ ആ ലഅനത്ത് ഞങ്ങളുടെ ബായിൽ പറവില്ല. കാരണം എന്തേ? ഇബ്ലീസ് അല്ലാഹുവെ ആരാധിക്കാത്തത് കൊണ്ടിട്ടല്ല, ഇബ്ലീസ് അല്ലാഹുവിനെ ബഹുമാനിക്കാത്തത് കൊണ്ടിട്ടല്ല. പിന്നെ എന്തേ? ഇബ്ലീസിന്റെ ഇൽമു കേട്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയിടാ.